നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. പഞ്ചാബ് കിങ്സ് 11 IPL വലിയൊരു കുഴിയിലാണ് വന്ന് ചാടിയിരിക്കുന്നത്. എന്തൊരു തുടക്കമായിരുന്നു അവരുടെ. ആദ്യത്തെ 7 കളികളിൽ 6 എണ്ണം ജയിച്ചു, ഒരു കളി മഴ മൂലം ഉപേക്ഷിച്ചു. അങ്ങനെ 13 പോയിൻ്റായിരുന്നു. ഒരൊറ്റ കളി തോറ്റിട്ടുണ്ടായിരുന്നില്ല 7 കളികളിൽ, ആദ്യത്തെ 7 കളികളിൽ. അങ്ങ് ജയിച്ച് മുന്നേറി അടിച്ച് പൊളിച്ച് വരികയായിരുന്നു. 13 പോയിൻ്റായിരുന്നു 7 കളികളിൽ. പിന്നീടാണ് തോൽവിയുടെ തുടക്കം. പിന്നീട് അങ്ങോട്ട് തോറ്റു തുടങ്ങി. യഥാർത്ഥത്തിൽ തോൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഭയാനകമായി തോറ്റുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. 7 കളികളിൽ 13 പോയിന്റ് ഉണ്ടായിരുന്ന പഞ്ചാബ് കിങ്സ് 11 11 കളി കഴിയുമ്പോഴും ആ 13 പോയിന്റിൽ നിൽക്കുകയാണ്. അതായത് കഴിഞ്ഞ 4 കളികളും തുടർച്ചയായി തോറ്റു. ഭയങ്കര ആശങ്ക ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി 3 കളിയാണ് ബാക്കി. അതിൽ 2 എണ്ണെങ്കിലും എങ്ങനെയും ജയിച്ച് പ്ലേ ഓഫിൽ ആദ്യ സ്ഥാനക്കാരായി പ്ലേ ഓഫിൽ എത്തിയാൽ അതിൻ്റെ ക്വാളിഫയിങ് റൗണ്ടിലൊക്കെ ഗുണം ചെയ്യുള്ളൂ. ഒരു ക്വാളിഫയറെ കളിക്കേണ്ടതുള്ളൂ, അല്ലെങ്കിൽ 2 ക്വാളിഫയർ കളിക്കാനുള്ള സാധ്യത. അപ്പോൾ ഒരു ക്വാളിഫയർ തോറ്റാലും അടുത്തൊരു സാധ്യത കൂടി ഉണ്ട് ഒന്നാമതും രണ്ടാമതും എത്തുന്ന ടീമിന്. അപ്പോൾ ആ സ്ഥാനത്തേക്കൊക്കെ എന്തായാലും ഇത്തവണ ചാമ്പ്യന്മാരാകും. ആദ്യത്തെ വരവ് കണ്ടപ്പോൾ പഞ്ചാബ് ചാമ്പ്യന്മാരാകും എന്നാണ് എല്ലാവരും പറഞ്ഞിരുന്നത്. ഇപ്പോഴും അതിന് മാറ്റമൊന്നുമില്ല. ചാമ്പ്യന്മാരാകാനുള്ള എല്ലാ സാധ്യതയും അവർക്കുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട കാര്യം അവരുടെ ഫോമിലേക്ക് തിരിച്ചെത്തണം എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ തോൽവി ഒരു ട്രാപ്പാണ്. തോൽവി ഒരു വലിയ കെണിയാണ്. ഒരു തോൽവി തോറ്റാൽ മറ്റൊന്നിലേക്ക് വഴുതി വീഴും എന്നുള്ളതാണ്. അങ്ങനെ 1 നിന്ന് 4 തുടർ തോൽവികളിലേക്കാണ് പഞ്ചാബ് കിങ്സ് 11 വഴുതി വീണിരിക്കുന്നത്. ഇപ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്ത് ചെയ്താലാണ് ഇനി വിജയപാതയിലേക്ക് തിരിച്ചു വരാൻ പറ്റുകയെന്ന്. അങ്ങനെയുണ്ടല്ലോ, തുടർച്ചയായി ഗംഭീരമായി ജയിച്ചുകൊണ്ടിരുന്ന ഒരു ടീം പെട്ടെന്ന് തോൽവിയിലേക്ക് പോകുന്നു. 1 അല്ല 4 എണ്ണം ഒന്നിച്ച് തോൽക്കുന്നു, ഒരുമിച്ച് ഒറ്റയടിക്ക് 4 എണ്ണം തോൽക്കുന്നു. അപ്പോൾ ആകെ ആശയക്കുഴപ്പമായി. ഇനി എന്ത് ചെയ്യണം? എന്ത് ചെയ്താലും കാര്യമില്ല. 200 മീതെ എത്ര റൺ അടിച്ചിട്ടും കാര്യമില്ല, തോൽക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് ആകെ ഒരു ആശങ്ക പഞ്ചാബ് കിങ്സ് 11 ക്യാമ്പിലുണ്ട്. എന്തുകൊണ്ടാണ് ഈ തോൽവി? അത് കൃത്യമായി മനസ്സിലാക്കാതെ കൃത്യമായി അതിന് വീണ്ടും ഒരു വിജയം കൂടി ഉണ്ടായാലേ വിജയപാതയിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ തോൽവി എന്ന ഈ കെണിയിൽപ്പെട്ട് പഞ്ചാബ് കിങ്സ് 11 ഭയങ്കരമായിട്ട് പെട്ടുപോകും. ആ ചുഴിയിൽ നിന്ന് കയറി വരാൻ പഞ്ചാബ് കിങ്സ് 11 കഴിഞ്ഞില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് അവർക്ക് ഈ സീസണിലും ഉണ്ടാവും. കഴിഞ്ഞ തവണ ഫൈനലിൽ എത്തി തോറ്റതാണ്. ഇത്തവണ ചാമ്പ്യന്മാരാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതെന്നാണ്. പക്ഷെ അത് നടക്കാതെ വരുമ്പോൾ തോൽവി എന്ന കെണിയിലേക്ക് വീണ ഒരു ടീം, അതിൽ നിന്ന് കരകയറാനാകാതെ പടയ്ക്കുന്ന ഒരു ടീം, അത് അങ്ങനെയാണ്. അപ്പോൾ വെള്ളത്തിൽ നിന്ന് കരയിലേക്കിട്ട മത്സ്യം പടയ്ക്കുന്ന പോലെ പടയ്ക്കുകയാണ് പഞ്ചാബ് കിങ്സ് 11. എന്ത് ചെയ്തിട്ടും ജയിക്കാൻ പറ്റാതെ ആദ്യത്തെ 7 കളികളിൽ അപരാജിതരായി വന്ന ടീം പിന്നീട് 4 കളികൾ തോറ്റ് തോൽവിയിൽ നിന്ന് മുക്തരാകാൻ കഴിയാതെ, തോൽവിയിൽ നിന്ന് കരകയറാൻ കഴിയാതെ പെട്ട് കിടക്കുകയാണ്. ഇപ്പം ഇന്നലത്തെ കളിയിൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരെ ജയിക്കാവുന്ന ഒരു കളിയായിരുന്നു. സുന്ദരമായി ജയിക്കാമായിരുന്നു. പക്ഷേ വളരെ മോശമായിട്ടാണ് ഡെത്ത് ഓവറുകളിൽ പന്തെറിഞ്ഞത്. അത് പറയാതെ വയ്യ. അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ അവർ മോശമായി കളിച്ച് ആ കളി തോൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ 4 ആദ്യത്തെ 7 കളിയിൽ കണ്ട പഞ്ചാബ് കിങ്സ് അപരാജിതരായി കപ്പെടുക്കുന്നു വിചാരിച്ചവരൊക്കെ ഇപ്പോൾ അന്തമിട്ട് നിൽക്കുകയാണ്. 4 എണ്ണത്തിൽ തോറ്റ് തുന്നം പാടിയിരിക്കുന്നു. എങ്ങനെയും അവർക്ക് ജയിച്ച് തിരിച്ചെത്തിയേ മതിയുള്ളൂ, എങ്ങനെയും ഈ കപ്പ് ഉയർത്തിയേ മതിയുള്ളൂ. ഇത്രയും വർഷത്തിനിടയ്ക്ക് കഴിഞ്ഞ 19 സീസണുകളിൽ ഇതടക്കമുള്ള 19 സീസണുകളായിട്ട് ഇതുവരെയും ചാമ്പ്യന്മാരാകാൻ പറ്റാത്ത പഞ്ചാബിന് ഇനി ജയിച്ചേ മതിയാവുള്ളൂ. പഞ്ചാബിന് കിരീടം ഒന്ന് ഉയർത്തിയേ മതിയാവുള്ളൂ. അത് ഇത്തവണയെങ്കിലും സാധിക്കും. ഈ തോൽവികളിൽ നിന്ന് അവർ കയറി വരും. എന്നിട്ട് ഇനി അടുത്ത തുടർച്ചയായി 2 കളികളെങ്കിലും ജയിച്ച് അവർ വീണ്ടും പ്ലേ ഓഫിലേക്ക് പോയി അവിടുന്ന് ഫൈനലിലേക്ക് എത്തി ചാമ്പ്യന്മാരാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അവരുടെ ആരാധകരെല്ലാം.